വച്ചിടുന്നു. മഹിതമീ സായാഹ്ന ദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധനാം സ്വർഗദാത അരുളണേ ആശിസ്സനുഗ്രഹങ്ങൾ. മലരിൽ നിന്നീച്ചകൾ ശേഖരിച്ച മെഴുകിത നൽകുന്നു ചേവടിയിൽ. സഭയിലെ വൈദികരാലയേറ്റം വഴിപോൽ വിശിഷ്ട നിവേദ്യമായി. അതിനാലെ കർത്താവേ ശോഭ ചൊരിയട്ടെ. കുലതാരമായതും കണ്ടിടട്ടെ. പാതാളത്തിൽ നിന്നും മടങ്ങിയ സ്ഥാചലം കാണാതെ മാനവ വംശത്തിന്മേൽ. അതിനാലെ കർത്താവേ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. അവിടുത്തെ നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളവരെ എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ വീണ്ടും നേരുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രം ഉയർപ്പിൻ്റെ അനുഭവമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദ്യം തന്നെ പത്രോസ് ശ്ലീഹായുടെ പ്രഭാഷണത്തിൽ ഇതാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം. ഒരു മുടന്തനെ സൗഖ്യം കിട്ടിയതിനെ തുടർന്നുണ്ടായ വാഗ്വാദങ്ങളാണ്. അതിൽ 3-ാം അധ്യായം 11 മുതൽ നമ്മൾ വായിക്കാം. മുടന്തനെ സൗഖ്യം കിട്ടിയതോടെ ആളുകളിൽ വലിയ ചലനമുണ്ടായി. പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനെ ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു.
പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ശ്രദ്ധിക്കണം, അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം. അതാണ് പത്രോസ് യോഹന്നാനും പറഞ്ഞത്. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടെ നയിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തൻ്റെ പരിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇപ്രകാരം പറഞ്ഞു: ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 3:22 പറഞ്ഞിരിക്കുന്നത്. നിയമാവർത്തന ഗ്രന്ഥം 18, 15, 16 മോശ പറഞ്ഞ കാര്യമാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ തന്നെ മോശയിലൂടെ ഇപ്രകാരം പ്രവചനം ഉണ്ടായിരുന്നു: നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഇതാണ് പ്രധാന വിഷയം. ഇനി മോശ പറയുന്നത് കേൾക്കണോ, അതോ മോശ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു പറയുന്നത് കേൾക്കണോ? ആ പ്രവാചകന്റെ വാക്ക് കേൾക്കും എന്ന് മോശ പറഞ്ഞിരിക്കുന്നു. സാമുവലും മോശ പറഞ്ഞിരിക്കുക മാത്രമല്ല, വീണ്ടും അവിടെ അരുളി ചെയ്യുകയാണ്: സാമുവലും തുടർന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു: ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ചു. ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചത്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതാണ് ഉയർപ്പിന്റെ ആദ്യത്തെ പ്രഖ്യാപനം വിശുദ്ധ പത്രോസും അരുളിച്ചത്. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദ്ദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഈ കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യ ആയതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി.
ഇതാണ് 5000 പേരെ ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി എന്നതിൻ്റെ ഒരു സൂചന. എന്തിനാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ചത്? ദൈവരാജ്യത്തിൽ വരാനിരിക്കുന്ന വിശ്വാസമുള്ള ജനങ്ങളുടെ ഒരു മുന്നോടിയായിരുന്നു അത്. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായിരുന്നു. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണിമാരും നിയമജ്ഞരും ജെറുസലേമിലെ സമ്മേളിച്ചു. ഞാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്ത് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരു അടയാളം സംഭവിച്ചിരിക്കുന്നത് എന്ന് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുത് നമുക്ക് അവർ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല, കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഇത് ഉയർപ്പിന്റെ ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് കർത്താവ് നമ്മളോട് വരദാന അഭിഷേക ധ്യാനങ്ങളൊക്കെ നടത്താൻ കൽപ്പിച്ചത്. അത് ഈ ഉയർപ്പിന്റെ ശക്തിയുടെ പ്രവർത്തനവുമായിട്ട് വളരെ യോജിച്ചു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉയർപ്പിന്റെ അനുഭവം അപ്പസ്തോലന്മാർക്കുണ്ടായി. അവർ കടത്തെഴുന്നേറ്റ് യേശുവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിരുന്നാലും മറ്റൊരു തരത്തിലുള്ള ഒരു അനുഭവം ജന്മനാ മുടന്തനായ ഒരുവനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയോടൊപ്പം അവരിരുന്ന് ഭക്ഷണം കഴിച്ച കാര്യം അവർക്ക് വ്യക്തിപരമായ അനുഭവമായി. എന്നാൽ ആ ഈശോ സ്വർഗാരോഹണം ചെയ്ത്
പന്തക്കൊസ്തായിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ചതിന് ശേഷം ഇനി എങ്ങനെയാണ് ആ ഉയർപ്പിന്റെ അനുഭവം കൊടുക്കുക? ആ അനുഭവം കൊടുക്കുന്നത് അത്ഭുത രോഗശാന്തികളിലൂടെയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യം തന്നെ കാണുന്നത് പന്തക്കൊസ്താക്ക് ശേഷം നടന്ന ഈ അത്ഭുത പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള അത്ഭുതത്തെ ചൊല്ലിയാണ് പിന്നെ അവിടെ പ്രശ്നം. ഇന്നും അതാണ് പ്രശ്നം. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആരും നമ്മളെ കുറ്റപ്പെടുത്തില്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി സുഖമായിട്ട് ഇറച്ചിയും മീനും എല്ലാം കഴിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ, ഒരാൾക്കും ഒരു കംപ്ലൈന്റും ഇല്ല. നമ്മൾ ആ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുകയും എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഉടനെ പിശാച് അലറും. ഉടനെ എല്ലായിടത്തും ചോദ്യമായി, ഇവൻ എന്ത് അധികാരത്തിന് ഇത് ചെയ്യണം? അതാണ് ഇന്നത്തെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഉയർപ്പിന്റെ അനുഭവമില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. എന്നാൽ ഉയർപ്പിന്റെ അനുഭവമുള്ളവർക്ക് വെറുതെ ഇരിക്കാനും പറ്റില്ലതാനും. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ഒരു പദപ്രയോഗം ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നവന് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, വിശ്വസിക്കാത്തവനോട് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് കാര്യവുമില്ല. The one who believe need no explanation. The one who do not believe, no explanation is possible. അപ്പോൾ ഉയർപ്പിലുള്ള വിശ്വാസവും ആ ഉയർപ്പിന്റെ അനുഭവവും ഒരുവനുണ്ടെങ്കിൽ അവന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന്റെ അനുഭവം ഉണ്ടാവും. വീണ്ടും ഇവിടെ വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:23 മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരായത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെരോദേസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടും ഒപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. Praise the Lord. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ നന്ദി. ഈ ആദിമ ക്രൈസ്തവരോടൊപ്പം നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി
അവിടുത്തെ കൈകൾ നീട്ടണമേ. ഹരബല 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 എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഇതേ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. അതിനാൽ കർത്താവേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം ഉയർപ്പിന്റെ അനുഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് പത്രോസ്ലീഹ എഴുതിയിരിക്കുന്നത് ഇതാണ്: ഞങ്ങൾ അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മനസ്സിലായോ? ഞങ്ങൾ അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം കേൾക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ. കണ്ടോ, ഈ അപ്പസ്തോലന്മാരെ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു. കണ്ടോ, അപ്പൊ ഇവിടുത്തെ പ്രധാന വിഷയം എന്താണ്? അപ്പസ്തോലന്മാർ കതകടച്ചിരിക്കെ യേശു അടഞ്ഞു കിടക്കുന്ന കതകിന്റെ അകത്തേക്ക് മുറിയിലേക്ക് കടന്നു വന്നു. ഇതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരത്തിന്റെ അവസ്ഥ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഉദ്ധിത ശരീരത്തിന് സൂക്ഷ്മം, ദീപ്തം, ലഘുത്വം എന്ന അവസ്ഥയുണ്ട്. അതായത് ആ ശരീരത്തിന് മതിലിലൂടെ കടന്നു വരാം. ഇതൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിയേ. ഉയർത്തെഴുന്നേറ്റ ഈശോ ശരീരത്തോടെ മതിലിലൂടെ കടന്നു വരാം. അതെന്തിനാ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും പണ്ടെല്ലാം ഞാൻ പറയുമായിരുന്നു, ഹൃദയം അടഞ്ഞിരിക്കുകയാണെങ്കിൽ നിനക്കൊന്നും കിട്ടൂല, നീ ഹൃദയം തുറക്കണം. പിന്നീടാണ് ഈ വചനം മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ ഹൃദയം അടഞ്ഞിരിക്കുകയാണെങ്കിലും എത്ര കഠിന ഹൃദയരുടെ അകത്തും യേശുവിന് കടന്നു വരാം. മനസ്സിലായോ? എത്ര കഠിന ഹൃദയരുടെ അകത്തും യേശുവിന് കടന്നു വരാം. ഉയർപ്പിന്റെ അനുഭവത്തിൽ ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തും, നീ ഇങ്ങനെയാണെങ്കിൽ നരകത്തിൽ പോകുള്ളൂ, നീ ഇങ്ങനെ പാപം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷ കിട്ടില്ല. അതല്ല, എത്ര മഹാപാപിയുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരാൻ യേശുവിന് കഴിയും. അതാണ് ഉത്ഥിതനായ യേശുവിന്റെ അവസ്ഥ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതൊന്നും നമ്മൾ വിശ്വസിക്കും. എത്ര കഠിന പാപിയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റും? കാരണം പുനരുത്ഥിതനായ കർത്താവിന്റെ ശരീരത്തിൽ എല്ലാ മനുഷ്യരും ഉണ്ട്. നമ്മൾ പിറവി തിരുനാളിന്റെ പ്രാർത്ഥനയിൽ മനസ്സിലാക്കി, ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യവംശം മുഴുവനും ഈശോയുടെ ശരീരത്തിലാണ്. ആ എല്ലാ പാപികളും നിറഞ്ഞ ശരീരമാണ്. ആ ഈശോയുടെ ശരീരമാണ് കുരിശിൽ ഉയർത്തപ്പെട്ടത്. അപ്പൊ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴും എല്ലാ പാപികളും ആ ശരീരത്തിലുണ്ട്. അങ്ങനെ കുരിശിൽ ഉയർത്തപ്പെട്ട ആ ഈശോ മരിച്ചു, അടക്കപ്പെട്ടപ്പോഴും അങ്ങനെ അടക്കപ്പെട്ട ആ ശരീരം ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാ പാപികളെയും നീതീകരിച്ചുകൊണ്ടാണ് ഉയർത്തപ്പെട്ടത്.
എല്ലാ പാപികളെയും അവരുടെ പാപത്തിന് ഈശോ പരിഹാരം ചെയ്തു. ഇനി അവരുടെ പാപത്തിന് ആ പാപത്തിന്റെ വികലത ഇല്ല. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 25-ാമത്തെ വചനം നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ എന്താണ് നീതീകരണം എന്ന് പറയുന്നത്? നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. റോമാക്കാർക്ക് ഇത് ലേഖനം 3:20. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുള്ള പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്ന് യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കുവാനാണ് ഇപ്രകാരം ചെയ്തുകൊണ്ട്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് അത് നീതിയായി പരിഗണിക്കപ്പെടുന്നു. അതെങ്ങനെയാണ് അപ്പോൾ ഈ ഉയർപ്പ് നമുക്ക് നീതീകരണമാവുന്നത്? പാപികളാണ് നമ്മളെല്ലാവരും. എന്താണ് എല്ലാവരും പാപികളാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എല്ലാവരും പാപികളാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആദത്തിൻ പിഴ കാരണമായി. അതാണ് നമ്മൾ മഹോത്സവത്തിന്റെ ആഘോഷഗീതത്തിൽ പാടുന്നുണ്ട്. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചൊന്തിയൊഴിച്ച ശിക്ഷകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. അതായത് ആദത്തിന്റെ പാപം മൂലം എല്ലാവരും പാപികളായി. അതാണ് റോമർ 3:23. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എങ്ങനെയാണ് എല്ലാവരും ദൈവമഹത്വത്തിന് അയോഗ്യനായത്? ആദത്തിന്റെ പാപം മൂലം. അതുകൊണ്ടാണ് സിറോ മലബാർ കുർബാനക്രമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ബലഹീനമായ പ്രകൃതിയെ അവിടുന്ന് സമുദ്ധരിച്ചു. നമ്മുടെ ബലഹീനമായ പ്രകൃതി ആദത്തിന്റെ പാപം മൂലം എല്ലാവരുടെയും പ്രകൃതിയിൽ പാപം കടന്നു വന്നിരിക്കുന്നു. എന്നാൽ ആ പ്രകൃതിയെ കർത്താവ് ഈശോ മിശിഹ മനുഷ്യാവതാരത്തിലൂടെ തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയും ആ മനുഷ്യ പ്രകൃതിയെ കുരിശിൽ ഉയർത്തുകയും ആ മനുഷ്യ പ്രകൃതി യേശുവിനോടൊപ്പം മരിക്കുകയും ആ യേശുവിനോടൊപ്പം മരിച്ച പാപകരമായ മനുഷ്യ പ്രകൃതിയെ അതിൻ്റെ പാപത്തിൻ്റെ ഭയാനകതകളിൽ നിന്നും ഈശോ വിമോചിപ്പിച്ചുകൊണ്ട് അതിനെ രൂപാന്തരീകരിച്ചു. അതാണ് റോമർ 8:11 പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകുന്നു.
ഉയർപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് ആദത്തിന്റെ പാപം മൂലം വികലമായ മനുഷ്യകുലം മുഴുവനും യേശു തന്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ ഏറ്റെടുത്ത് അതിനെ കുരിശിൽ ഉയർത്തി, അതിനെ കുരിശിൽ പാപപരിഹാരം അർപ്പിച്ച് പാപമോചനത്തിനായി രക്തം ചിന്തി വേദനിച്ചു, കഠിന വേദന അനുഭവിച്ചു, അതിനെ പാപപരിഹാരം ചെയ്തു, അതിനെ അടക്കി. ആ അടക്കിയതോടെ ആ പഴയ ജീവിത രീതി കഴിഞ്ഞു. ആ ആഡമിക് നേച്ചറിനെ മരിപ്പിച്ചു, അതിനെ കൊന്നു, അതിനെ കുഴിച്ചിട്ടു. ഇനി ആ പഴയ മനുഷ്യന് ആ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വിശ്വസിക്കണം. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതാണ് റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നാം ഇനി പാപത്തിനെ അടിമപ്പെടാതിരിക്കത്തക്ക വിധം 6:6 പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഉത്ഥാന രാത്രിയിലെ വായനയിൽ ഒന്നാണിത്. 6:5 അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ, അതാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. വിശ്വസിക്കുവിൻ, നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ആ പഴയ മനുഷ്യന് നമ്മളിൽ സ്വാധീനമില്ല. ആ പഴയ മനുഷ്യൻ, ആ ആദമിക് നേച്ചർ, ആ ആദമിന്റെ പ്രകൃതി നമ്മളിൽ മരിച്ചു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ ആ മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. ആദത്തിൻ പിഴ കാരണമായി മർത്യന് കന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചൊന്തിയൊഴിച്ച ശിക്ഷകളും. വിശ്വസിക്കൂ, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരു മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതിൽ നിന്ന് സ്വയം മനുഷ്യന് രക്ഷപ്പെടുക സാധ്യമല്ല. അവൻ പശ്ചാത്തപിച്ചാലും രക്ഷ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെയാണ്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെയാണ്. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് അല്പസമയം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇങ്ങനെ കർത്താവ് നയിച്ചതിന് വരുവിൻ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്. ഞങ്ങളുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഉയർപ്പിലൂടെ ഞങ്ങളുടെ ആത്മാവിന് പുതുജീവൻ നൽകിയിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനം വരുന്നു, പ്രവചനം വരുന്നു, പ്രവചനം വരുന്നു. എന്റെ വാത്സല്യഭാചനങ്ങളെ,
നിങ്ങളുടെ സകല തിന്മകളും ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഞാൻ അതിനെ മരിപ്പിച്ചു, ഞാൻ അതിനെ അടക്കി. ഇത് നിങ്ങൾ വിശ്വസിക്കുവിൻ. ഈ വിശ്വാസം ഇതാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകരുന്നു. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഞാൻ ഉന്മൂലനം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഉന്മൂലനം ചെയ്തിരിക്കുന്നു. എന്റെ പുനരുത്ഥാനം വഴി നിങ്ങൾക്ക് ഞാൻ പുനർജീവിച്ച പുതിയ മഹത്വീകരിച്ച ശരീരവും ആത്മാവും നൽകിയിരിക്കുന്നു. നിങ്ങളുടെ മഹത്വീകൃതമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. നിങ്ങൾ മഹത്വീകരിക്കപ്പെടുകയും നിങ്ങൾ എന്നോടൊപ്പം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്താണ് ഇപ്പോൾ. എന്നോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സ്വർഗാരോഹണത്തിലൂടെ പിതാവിന്റെ വലതുഭാഗത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഉള്ളിലാണ്. ഭാചനങ്ങളെ, നിങ്ങൾ എൻ്റെ ഭവനത്തിൽ, പിതാവിന്റെ ഭവനത്തിൽ എന്നോടൊപ്പം ദൈവമക്കളായി, ദത്തുമക്കളായിട്ട്, എനിക്കുള്ള എല്ലാ അവകാശത്തിലും പങ്കാളികളായിട്ട്, എനിക്കുള്ള എല്ലാ അവകാശങ്ങളും പോലെ തന്നെ നിങ്ങൾക്കും അവകാശമുള്ളവരായിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാനുമായി ഒന്നായി എൻ്റെ പിതൃഭവനത്തിലാണ് എന്ന് വിശ്വസിക്കുവിൻ. നിങ്ങളെല്ലാവരെയും ഞാൻ പിതൃഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിതാവ് നിങ്ങളോട് പറയുന്നുണ്ട്, മക്കളെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, വിശ്വസിക്കുവിൻ. അങ്ങനെ വിശ്വാസികളായ നിങ്ങളിലേക്ക് ഒഴുകുന്ന എൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവം നിങ്ങൾ അനുഭവിക്കുവിൻ. എൻ്റെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയെ നിങ്ങൾ അനുഭവിക്കുവിൻ. എൻ്റെ ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും പ്രവർത്തിച്ച അതേ ശക്തി വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിലൂടെ പ്രവഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.